അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെ മറ്റൊരു ആരോപണമായി അദ്ദേഹം പറയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്ന സമയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അങ്ങനെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ വ്യക്തി തന്നെ അത് അൻവറിനോട് പറഞ്ഞു എന്നുള്ളതും അൻവർ അവകാശപ്പെടുന്നു. അതെ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസിലെ പരിചയമാണല്ലോ ഉള്ളത്. കോൺഗ്രസിൽ യോഗം കൂടുമ്പോൾ അങ്ങനെ കഴുത്തിന് പിടിക്കലും ഉന്തലും തള്ളലും ചിലപ്പോൾ കസാലെടുത്ത് അടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് DCC ഓഫീസ് നമ്മുടെ തിരൂർ റോട്ടിൽ ഒരു എംബസി ഹോട്ടലുണ്ടായിരുന്നു. പ്രശാന്തിനൊക്കെ അറിയാം. ആ എംബസി ഹോട്ടലിൻ്റെ മുകളിലായിരുന്നു. അവിടുന്ന് ഒരു ദിവസം ഞാനൊക്കെ അതിലെന്തോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം അങ്ങനെ കസാല പറന്ന് വരുന്നുണ്ട് ഓഫീസിൽ നിന്ന് റോട്ടിലേക്ക്. പരസ്പരം കസാല അന്ന് ആര്യാടൻ വിഭാഗവും അതുപോലെ കുരുണിയൻ സെയ്ത് വിഭാഗവും തമ്മിലുള്ള വലിയ വടംവലി നടക്കുന്ന ഒരു കാലമാണ്. പരസ്പരം ഏറ്റുമുട്ടിയിട്ട് കസാല ഇങ്ങനെ റോട്ടിലേക്ക് തെറിച്ച് വീഴുകയാണ്. അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ പാരമ്പര്യം അതല്ല. അദ്ദേഹത്തിന് പാർട്ടീൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ. വളരെ ശാന്തമായി അഭിപ്രായങ്ങൾ പരസ്പരം കൈമാറും, തീരുമാനമെടുക്കും. ചർച്ച നടത്തേണ്ട തീരുമാനം എടുക്കാനാണ്, അല്ലാതെ വേളയ്ക്ക് പിടിക്കാനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ആഫീസിൽ വേളയ്ക്ക് പിടിച്ച് യോഗം നടന്നാൽ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പത്രത്തിൽ പരസ്യപ്പെടുത്തിയില്ലേ, എടപ്പാളിൽ വട്ടംകുളം പഞ്ചായത്തിൽ ലോക്കലിൽ വട്ടക്കുളം നോർത്ത് ബ്രാഞ്ചിൽ ഇതുപോലെ കശവിശ ഉണ്ടായി, കുന്തും തെള്ളൊക്കെ ഉണ്ടായി. 3 ആളെ പേരിൽ അച്ചടക്ക നടപടി എടുത്തു പോകാറ് പത്രത്തിന് കൊടുത്തു. അതാണ് ഈ പാർട്ടി. അല്ലാതെ ഒന്നും തള്ളും വേളയ്ക്ക് പിടിക്കുന്നതല്ല പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി. ഈ ജില്ലയിലെ മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെ ഒരു സംഘടനാ സംവിധാനമാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ്. ജില്ലയിലെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പക്വതയും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉള്ളടക്കവും ഏറെ മാതൃകാപരമാണ്, ഏറെ മികച്ചതാണ്. അത് നിർഭാഗ്യവശാൽ ആ യോഗങ്ങളും എങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യം അൻവറിന് അറിയില്ല. പിന്നെ അത് വേളയ്ക്ക് പിടിച്ചോന്ന് തന്നെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ കാര്യത്തിനും പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞതിൽ സത്യത്തിൻ്റെ അംശമുള്ള ഒന്നുമില്ല. പിന്നെ ഞാൻ മൂരാച്ചിയാണ്, മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ളതൊക്കെയാണ്. ഇനിയിപ്പോൾ എന്തോ തെളിവ് വിടാനുണ്ട് എന്നൊക്കെ അങ്ങനെയും കേട്ടു. എന്ത് തെളിവും? EN മോഹൻദാസിൻ്റെ പൊതുപ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കച്ചവടമല്ല, ബഹുജന സേവനമാണ്. 55 കൊല്ലമായിട്ട് അത് എന്നെ അറിയുന്നവർക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള രൂപത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആവണം എന്ന് പരമാവധി അതിനോട് നീതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്കാരനാണ്. ഒരു പാർട്ടി പ്രവർത്തനം ഒരു സ്ഥാനത്തിനും മറ്റ് പദവികൾക്കും വേണ്ടി ആഗ്രഹിക്കുന്നതല്ല. പാർട്ടി നിയോഗിക്കുമ്പോൾ നിർബന്ധിക്കുമ്പോൾ അതാണ്. പാർട്ടി സെക്രട്ടറി ആവാനും ആഗ്രഹിച്ചതായതല്ല. പാർട്ടിയുടെ നിയോഗവും നിർബന്ധവും മൂലമാണ് പാർട്ടി ചുമതലകൾ ഏറ്റെടുക്കാറ്. ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. എന്നെ അറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകന്മാർക്ക് EN മോഹൻദാസ് ആരാന്നറിയാം.